ജനങ്ങളുമായുള്ള ഹക്ക് വീട്ടിയേക്കണം, അള്ളാഹുമായുള്ള കടപ്പാടുകളൊക്കെ കൊടുത്തേക്കണം. വല്ല ഹക്കും ബാക്കിയുണ്ടെങ്കിൽ അത് ഇനി കണക്ക് കൂട്ടി കൊടുക്കണം. വർഷാവർഷം കൂടുമ്പോ സഹോദരങ്ങളെ അതിന്റെ കണക്ക് കൂടി വരും. ആ കണക്കുകളൊക്കെ അതിനനുസരിച്ച് നോക്കിയിട്ട് കൊടുക്കണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ അങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ബാധ്യതകൾ ആ വിഷയത്തിൽ ബാക്കിയുള്ളത് ഒന്നും മറന്നേക്കരുത്. സുബ്ഹാനല്ലാഹ്, മുമ്പ് നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്തിരുന്നു ഒരാൾ എന്ന് കൂട്ടിക്കോളൂ. കച്ചവടം ചെയ്തപ്പോ നമുക്കെല്ലാവർക്കും അവിടെ പറ്റുണ്ടായിരുന്നു. പറ്റുണ്ടായിരുന്നു, എല്ലാവർക്കും പറ്റുണ്ടാകും. ചിലർക്ക് കുഴപ്പമൊന്നുമില്ല, പറ്റിന് കുഴപ്പമൊന്നുമില്ല, പറ്റ് ചെയ്യാം. പക്ഷെ ആ പറ്റ് തീർക്കണം, ആ പറ്റ് തീർക്കണം. ഈ കച്ചവടക്കാരൻ കച്ചവടം നിർത്തിപ്പോയി. അയാള് കച്ചവടം നിർത്തിയിട്ട് പിന്നെ ഗൾഫിലേക്ക് പോയി, വലിയ സമ്പന്നനായി. പിന്നെ നമ്മളോടൊക്കെ ഇത് ചോദിക്കാൻ അദ്ദേഹത്തിന് ഒരു മടി. എന്നാലും നമ്മളെ ഹക്ക് വിടൂല, നമ്മളെ ഹക്ക് വിടൂല. നമ്മളെ ഹക്ക് ഉണ്ടെങ്കിൽ ആള് പറയണം, നിങ്ങൾ തരണ്ടോ, ഞാനതൊക്കെ പൊരുത്തപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അത് അദ്ദേഹം നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അല്ലാത്ത കാലത്തോളം ആ ഹക്ക് അവിടെ പെരടിയിൽ ബാക്കി. നിങ്ങൾ എന്തിനാ ഗൾഫ് പോയി ചോദിച്ച ഒരാളോട് അദ്ദേഹം ഉസ്താദെ പറ്റിങ്ങനെ കൂടിയപ്പോ ഞാൻ ലാസ്റ്റ് എന്റെ കുടുംബത്തെ അടക്കം ധർമ്മസ്ഥാപനത്തിലേക്ക് ചേർക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പൊ പിന്നെ കച്ചവടമൊക്കെ നിർത്തി. ഞാൻ കിട്ടുന്ന നല്ലൊരു വിസ കിട്ടിയപ്പോ ഞാൻ അതിന് പോയി. ഒരൊറ്റ പോക്ക് പോയിട്ട് പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എനിക്കുള്ള കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു കച്ചവടം തുടങ്ങിയതിന്റെ പേരിൽ, അതൊക്കെ ഞാൻ വീട്ടി. നാട്ടിൽ വന്ന് ഞാന് കുറച്ച് സ്ഥലം വാങ്ങി, വീട് പണിയൊക്കെ തുടങ്ങി. ഒരു വാഹനത്തിലൊക്കെ പോകുമ്പോ ഞാനൊരു ഭാഗത്ത് വാഹനം നിർത്തി ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇനിയിപ്പോ നമ്മളെ പറ്റുന്ന ആവശ്യം ഉണ്ടാവില്ല, അത്യാവശ്യം മൂപ്പരെടുത്ത് പൈസ ഉണ്ട്. ആളുകളെ ഭാഷ, ഇനി നമ്മൾ കൊടുക്കേണ്ട പറ്റുന്ന ആവശ്യം ഉണ്ടാവില്ല. ഇപ്പൊ ഗൾഫ് പോയിട്ട് നല്ല ബർക്കത്തിന് നല്ല പുരോഗതിയിലാണ്. അങ്ങനെ 2 വർഷം കൂടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോ നാട്ടിൽ നല്ലൊരു ബിൽഡിംഗ് ഞാൻ വേറെ വാങ്ങി. അപ്പോഴും ഞാൻ ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഭാഷ ഇതാണ്. 50,000 75,000 ഒക്കെ എനിക്ക് തരാനുള്ള ആൾക്കാരിൽ നിന്ന് കേൾക്കുന്ന ഭാഷ. ഇനി അവരോട് ഞാൻ എങ്ങനെ ചോദിക്കാം? കാരണം അല്ലാഹുവേ, നീ എനിക്ക് ഇത്രയും തരം നിയമത്ത് തന്നല്ലോ. പക്ഷെ അപ്പോഴും അവര് പറയുന്നത് എന്താണെന്നറിയാം, നമ്മുടേതിന് ആവശ്യം ഉണ്ടാവൂല, ആൾക്ക് അത്യാവശ്യം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ സഹോദരങ്ങൾ, ആ ഒരു പറച്ചിലുകൊണ്ട് നമ്മളെ ബാധ്യത തീരൂല. അത് കൊടുക്കേണ്ടത് കൊടുക്കന്നെ വേണം, എന്നാലേ അതിന്റെ ഹക്ക് കൂടുള്ളൂ. അതാ ടൈം കണക്കാക്കിട്ട് തന്നെ കൊടുക്കണം. ഇത് മറക്കരുത്, അള്ളാഹുവിനുള്ള ഹക്ക് മറക്കരുത്, ജനങ്ങളുമായിട്ടുള്ള ഹക്കും മറക്കരുത്. സഹോദരങ്ങളെ, മറ്റു ഹക്കുകളൊക്കെ ഒരു പക്ഷേ നിർവഹിക്കുന്നുണ്ട്.